चाहे। ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മറ്റ് വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ, ഇന്ന് 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. ഇവിടെ നമ്മൾ യോഗ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ 3.5 കോടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്നത്തെ പരിപാടി ഊർജ്ജമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ശ്രീമതി വീണ ജോർജ് മാഡം ഇപ്പോൾ ഓസ്ട്രേലിയയാണുള്ളത്. ഓസ്ട്രേലിയയിലേക്ക് നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്നത് ഡോക്ടർ നിഖില നാരായണനാണ്, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ. ഈ പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചെറിയ പരിപാടി ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു പ്രൊപ്പോസിഷൻ അല്ല. അതുകൊണ്ട് തന്നെ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യനെ ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS അവറുകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS അവറുകളെ സാദരം ക്ഷണിക്കുന്നു. തന്നെ മാറേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഏതൊരു ജോലി ചെയ്യുന്ന ആളായാലും ഒരു ½ an hour ഏതെങ്കിലും ഒരു എക്സസൈസ്. എല്ലാ സ്റ്റുഡൻസ്, മറ്റേ യോഗ ടീച്ചേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ് ഇവിടെ വന്നിട്ടുള്ള മറ്റേ യോഗാദിനമാണ്. ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അതോടൊപ്പം യോഗ പരിശീലിക്കുകയും യോഗ അഭ്യസിക്കുകയും ചെയ്യുന്ന പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ ഭാഗം ലോകം ആരോഗ്യം എന്ന വലിയ സങ്കല്പത്തെ മുൻനിർത്തിയാണ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിവസം നമ്മൾ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ യോഗ അതിലൂടെ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉറപ്പാക്കുക, രോഗാതുരത കുറയ്ക്കുക, എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ഔപചാരികമായി നമ്മുടെ യോഗാദിന ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു. നമസ്കാരം. ഉപവിഷ്ടരാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലേക്ക് സ്വാഗതം. ആയുഷ് എന്നാൽ ആരോഗ്യം, ആരോഗ്യമെന്നാൽ കേരളം. എല്ലാ സ്റ്റുഡൻസ്, മറ്റേ യോഗ ടീച്ചേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ് ഇവിടെ വന്നിട്ടുള്ള മറ്റേ നമ്മൾക്ക് നേടാനുള്ളത് അതെന്തായാലും എല്ലാവർക്കും ഉണ്ടാവും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യവും. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഗൈഡ് ചെയ്യുകയും പ്രത്യേകിച്ച് മനുഷ്യ ചീഫ് സെക്രട്ടറി പ്രസംഗികരൊക്കെ തന്നെയും യോഗയുടെ എല്ലാ വശങ്ങളും തന്നെ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ഭർതൃഹരിയുടെ ഒരു കൊട്ടേഷൻ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആശംസ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭർതൃഹരി പറയുന്നുണ്ട്, എന്നും യോഗ വേദിയിലും സദസ്സിലും യോഗ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ നല്ല ക്ഷേമനിധിയുടെ ആയുഷ് മികച്ച ആയുഷ് അനുഭവങ്ങളിലായി കേരളത്തിലേക്ക് സ്വാഗതം. ആയുഷ് എന്നാൽ ആരോഗ്യം, ആരോഗ്യമെന്നാൽ കേരളം. GHD കൈപ്പറമ്പ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ നടത്തിയ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കർണാടകയിലെ തിമ്പൂരിൽ വെച്ച് നടന്ന നാഷണൽ യോഗ മത്സരത്തിൽ പങ്കെടുത്തു. രാധാമണി TS GHD കൈപ്പറമ്പ് യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് തല മത്സരത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ 6ാം സ്ഥാനം കരസ്ഥമാക്കി. ടീനു പോൾ GHD കൈപ്പറമ്പ് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ
അസോസിയേഷൻ നടത്തിയ സ്റ്റേറ്റ് ലെവൽ മത്സരത്തിൽ 7ാം സ്ഥാനം കരസ്ഥമാക്കി. വിദ്യാ സനീഷ് GHD കൈപ്പറമ്പ് പാലായിൽ വെച്ച് നടന്ന യോഗാസന സ്പോർട്സ് അസോസിയേഷൻ സ്റ്റേറ്റ് തലത്തിൽ നടത്തിയ മത്സരത്തിൽ 4ാം സ്ഥാനം നേടി. GAD മുല്ലശ്ശേരി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നടന്ന യോഗ മത്സരത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ GAD ചൊവ്വന്നൂർ സംസ്ഥാനതല യോഗ ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കി. ഉപഹാരം ഏറ്റുവാങ്ങുന്നു അനുജ മനോജ് GAD ചൊവ്വന്നൂർ സംസ്ഥാനതല യോഗ ചാമ്പ്യൻഷിപ്പിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കി. രമണി ശേഖരൻ GAD മുല്ലശ്ശേരി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നടന്ന യോഗ. ഏറ്റവും ആദരണീയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് മാഡം അവർക്ക് तत्पदं दर्शितं येन तस्मै श्री